കലിയുഗത്തിൽ വസിക്കുന്ന ഹനുമാനെക്കുറിച്ച് അറിയാമോ? വേദങ്ങളിലും പുണ്യഗ്രന്ഥങ്ങളിലും എല്ലാം ഹനുമാനെ കലിയുഗത്തിന്റെ ദേവനായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു ഭഗവാൻ അവതരിച്ചപ്പോഴെല്ലാം ഹനുമാൻ സ്വാമിയും അദ്ദേഹത്തോടൊപ്പം അവതരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഹനുമാൻ സ്വാമിയെ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും പ്രത്യക്ഷപ്പെട്ട ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും അർജുനനും ഭീമനും ഹനുമാൻ സ്വാമിയെ കണ്ടിരുന്നതായി പുരാണ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു. കലിയുഗത്തിലേക്കെത്തുമ്പോൾ പോലും ഹനുമാന്റെ ദർശനം ലഭിച്ചതായി പറയപ്പെടുന്ന മഹാത്മാക്കളിൽ തുളസീദാസ്, രാംദാസ്, മാധവദാസ്, രാഘവേന്ദ്ര സ്വാമി തുടങ്ങി അനേകം പേരുണ്ട്. ഇവർ എല്ലാവരും തപസ് വഴി ഭക്തിയിലൂടെ ഹനുമാന്റെ സാക്ഷാത്കാരം നേടി എന്ന് അനുഭവകകൾ പറയുന്നുണ്ട്. ഇന്നും കിഷ്കിന്ധ, അഞ്ജലി പർവ്വതം, ഗദ്ദാബാദ് പർവ്വതം തുടങ്ങിയ പുണ്യഭൂമികളിൽ ഹനുമാൻ സ്വാമി തപസ്സിലിരിക്കുകയാണെന്ന വിശ്വാസം വ്യാപകമാണ്. അഞ്ജലി പർവ്വതം ശ്രീരാമനും ഹനുമാനും ആദ്യമായി കണ്ടുമുട്ടിയ മഹാപുണ്യസ്ഥലമായി രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. കർണാടകത്തിലെ കോപ്പൽ ബെല്ലാരി അതിർത്തിയിലെ കിഷ്കിന്ധ പ്രദേശത്താണ് ഈ ദിവ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമനിൽ നിന്ന് അനശ്വരതയുടെ അനുഗ്രഹം ലഭിച്ചതിനുശേഷം ഹനുമാൻ തന്റെ ശാന്തമായ വാസസ്ഥലമായി ഈ പർവ്വതം തിരഞ്ഞെടുത്തുവെന്ന് വിശ്വാസമുണ്ട്. രാമായണം പാരായണം നടക്കുന്നിടത്ത് ഹനുമാൻ സ്വാമി എപ്പോഴും സാന്നിധ്യപൂർവ്വം ഉണ്ടായിരിക്കുന്നതായാണ് മതഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് രാമായണ പാരായണ സമയങ്ങളിൽ പല ഭക്തർക്കും വനരൂപത്തിലുള്ള സാന്നിധ്യങ്ങൾ അനുഭവപ്പെടുന്നതും അതിനെ ദിവ്യസാന്നിധ്യമായി കാണുന്നതും. പല തെളിവുകളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഹനുമാൻ കലിയുഗത്തിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.